ഇസ്രായേലും ഹമാസും തമ്മിൽ മാസങ്ങളായി തുടരുന്ന രൂക്ഷമായ സംഘർഷത്തിനിടെ സമാധാന ശ്രമങ്ങൾക്ക് പുതിയൊരു വഴിത്തിരിവ്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും മേഖലയിലെ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിനുമായി നടന്നുവരുന്ന മധ്യസ്ഥ ചർച്ചകളിൽ നിർണായക പുരോഗതി ഉണ്ടായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഗാസ മുനമ്പിലെ ഹമാസിനെയും മറ്റ് സായുധ സംഘടനകളെയും പൂർണ്ണമായും നിരായുധവൽക്കരിക്കുന്നതിനുള്ള ചരിത്രപരമായ കരാറിലേക്ക് തന്റെ നേതൃത്വത്തിലുള്ള സമാധാന സമിതി എത്തിയതായി ട്രംപ് അറിയിച്ചു. ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ നടന്ന നയതന്ത്ര ചർച്ചകളിലാണ് ഈ മുന്നേറ്റം ഉണ്ടായതെന്നാണ് ട്രംപിന്റെ വിശദീകരണം. ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് കരാറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. ഗാസയിൽ സായുധ സംഘങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും മേഖലയെ ദീർഘകാല സമാധാനത്തിലേക്കും സുരക്ഷയിലേക്കും നയിക്കുകയും ചെയ്യുക എന്നതാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിലെ ഹമാസിനെയും മറ്റ് സായുധ ഗ്രൂപ്പുകളെയും പൂർണ്ണമായി നിരായുധവൽക്കരിക്കുന്നതിനുള്ള ചരിത്രപരമായ കരാറിൽ സമാധാന സമിതി എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് ശാശ്വത സമാധാനത്തിലേക്കും സുരക്ഷയിലേക്കുമുള്ള നിർണായക ചുവടുവെപ്പാണെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പ്രദേശത്തിന്റെ ഭാവി ഭരണ സംവിധാനം രൂപപ്പെടുത്തുന്നതിനുമായി ട്രംപ് മുന്നോട്ടുവച്ച 20 സമാധാന പദ്ധതിയുടെ നടപ്പാക്കലിൽ പുതിയ കരാർ നിർണായകമായ ഘട്ടമാകുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. യുദ്ധാനന്തര ഗാസയുടെ ഭരണവും പുനർനിർമ്മാണവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് ഏറെ സങ്കീർണമായ വിഷയമായിരുന്നു. പുതിയ കരാറിന്റെ ഭാഗമായി അന്താരാഷ്ട്ര പിന്തുണയുള്ള ഒരു പുതിയ പലസ്തീൻ ഭരണ സംവിധാനം ഗാസയുടെ ചുമതല ഏറ്റെടുക്കുന്നതിനുള്ള സാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത്. ഗാസയെ ഇനി ഒരിക്കലും ഭീകരാക്രമണങ്ങളുടെ കേന്ദ്രമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും പ്രദേശവാസികളുടെ സുരക്ഷയും സാധാരണ ജീവിതവും ഉറപ്പാക്കുന്ന പുതിയൊരു സംവിധാനമാണ് ലക്ഷ്യമിടുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. കരാർ നടപ്പിലാകുന്നതോടെ ഗാസയിൽ ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന പുതിയ ഭരണരീതി രൂപപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. പ്രാദേശിക ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുക, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുക തുടങ്ങിയ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന സൂചനയുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായവും നിക്ഷേപവും ആവശ്യമായി വരും. ദീർഘകാല സമാധാനം ഉറപ്പാക്കാൻ രാഷ്ട്രീയ പരിഹാരത്തിനൊപ്പം സാമ്പത്തിക പുനരുജ്ജീവനവും അനിവാര്യമാണെന്നാണ് വിലയിരുത്തൽ. കരാറിന്റെ ഭാഗമായി ഗാസയിലെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അന്താരാഷ്ട്ര സഹകരണത്തോടെ ഒരു പ്രത്യേക പോലീസ് സംവിധാനം രൂപീകരിക്കാനുള്ള പദ്ധതിയും പരിഗണനയിലുണ്ട്. പ്രദേശവാസികളും സമീപ രാജ്യങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കും ഈ സംവിധാനം പ്രവർത്തിക്കുകയെന്നാണ് സൂചന. സായുധ സംഘങ്ങളുടെ തിരിച്ചുവരവ് തടയുന്നതിനും സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കരാർ നടപ്പാക്കുന്ന ഘട്ടങ്ങൾ അനുസരിച്ച് ഗാസയിലെ ചില മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സായുധ സേന പിന്മാറുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സമാധാന കരാറിന്റെ വിജയകരമായ നടപ്പാക്കൽ നിരവധി ഘട്ടങ്ങളിലൂടെയായിരിക്കും നടക്കുക. നിരായുധവൽക്കരണം, സുരക്ഷാ സംവിധാനങ്ങളുടെ രൂപീകരണം, ഭരണ കൈമാറ്റം, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുപക്ഷങ്ങളും അന്താരാഷ്ട്ര മധ്യസ്ഥരും തമ്മിൽ തുടർച്ചയായ ഏകോപനം അനിവാര്യമാണ്. ഈ കരാർ പ്രകാരം ഗാസ ഇനി ജനങ്ങളെ സേവിക്കുന്ന പുതിയൊരു സർക്കാരിന് കീഴിലായിരിക്കും എന്ന് ട്രംപ് വ്യക്തമാക്കി. സമാധാന ചർച്ചകളിൽ നിർണായക പങ്കുവഹിച്ച ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് ട്രംപ് പ്രത്യേകം നന്ദി അറിയിച്ചു. വിവിധ പക്ഷങ്ങൾ തമ്മിൽ സംഭാഷണം സാധ്യമാക്കുന്നതിലും ധാരണയിലെത്തിക്കുന്നതിലും ഈ രാജ്യങ്ങളുടെ നയതന്ത്ര ഇടപെടലുകൾ പ്രധാന പങ്കുവഹിച്ചതായാണ് വിലയിരുത്തൽ. വർഷങ്ങളായി തുടരുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ സ്ഥിരമായ സമാധാനം കൊണ്ടുവരിക എന്നത് അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ്. പുതിയ കരാർ യഥാർത്ഥമായി നടപ്പിലാകുമോ എന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകളെയും ഇരുപക്ഷങ്ങളുടെയും നിലപാടുകളെയും ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും ഗാസയിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനും മേഖലയിലെ സ്ഥിരത പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങളിൽ പുതിയൊരു നയതന്ത്ര വഴിത്തിരിവായി ഈ പ്രഖ്യാപനം കണക്കാക്കപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.